So in this is the second part of the UDP. UDPയുടെ സെക്കൻഡ് പാർട്ടാണ്. സോ ഫസ്റ്റ് നിങ്ങളത് പോയി കണ്ടിട്ട് വേണം എവിടെ വരാം. നമ്മൾ എവിടെയാണ് നിന്നത് ക്യൂയിങ് പ്രോസസ്സിനകത്തേക്ക് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു പ്രോസസ്സിൽ നിന്നും വേറൊരു പ്രോസസ്സിനകത്തേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൻ്റെ പോർട്ട് നമ്പർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ പോർട്ട് നമ്പറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു കറക്റ്റ് ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് 2 ക്യൂസ് യൂസ് ചെയ്തിട്ടാണ്. അത് എന്തിനാണെന്ന് നോക്കാം. യു ജസ്റ്റ് ഗോ ത്രൂ ദിസ് ഫിഗർ. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ബാക്കി തിയറി ഇത് വെച്ചിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. അപ്പോൾ എന്താണ് ഇത് ക്ലയൻറ്റ് പ്രോസസ്സ് ആൻഡ് ഇത് ക്ലയൻറ്റ് പ്രോസസ്സ്, ഇതെന്താണ് സെർവറാണ്. ക്ലയൻറ്റിൽ നിന്നുള്ള ഒരു മെസ്സേജ്, അതായത് ഇത് പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് അതിൻ്റെ മെസ്സേജസ് കറസ്പോണ്ടിങ് പോർട്ടിനകത്തേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ പോർട്ട് നമ്പർ ഇപ്പം പ്രോസസ് ടു പ്രോസസ് ഡെലിവറി നടക്കണമെങ്കിൽ പോർട്ട് നമ്പേഴ്സ് വേണം. ഇത് ഇത്ര എന്താണ് ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയറിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ക്യൂയിങ് പ്രോസസ്സ്. അപ്പം ഈ പറയുന്ന ക്ലയൻറ്റ് ഒരു മെസ്സേജ് അയക്കും. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജ് അയക്കണമെങ്കിൽ ഫസ്റ്റ് ദ ക്ലയൻറ്റ് വിൽ ആസ്ക് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഗീവ് എ റാൻഡം എന്ത് തരാൻ പറയും, പോർട്ട് നമ്പർ തരാൻ പറയും. റാൻഡം ആയിട്ടുള്ളൊരു പോർട്ട് നമ്പർ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഒരു റാൻഡം ആയിട്ടൊരു പോർട്ട് നമ്പർ ചൂസ് ചെയ്ത് ആർക്ക് കൊടുക്കും, ക്ലയൻറ്റിന് കൊടുക്കും. ദാറ്റ് പോർട്ട് നമ്പർ ഇസ് കോൾഡ് എഫെമറൽ പോർട്ട് നമ്പർ. അപ്പോൾ അങ്ങനെ ഒരു പോർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർട്ട് നമ്പറിന് തന്നെ 2 ക്യൂസ് ഈ പറയുന്ന ആൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 2 ക്യൂസ് ഫോം ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ഔട്ട് ഗോയിങ് ക്യൂ. സപ്പോസ് ദാണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുത്ത പോർട്ട് നമ്പർ 52,000 ആണ്. അപ്പോൾ ഈ 52,000 തന്നെ രണ്ട് ക്യൂസ് മെയിൻറ്റെയിൻ ചെയ്യും. ഒന്ന് ഔട്ട് ഗോയിങ് ക്യൂവും നെക്സ്റ്റ് വൺ ഈസ് ആൻ ഇൻകമിങ് ക്യൂവും. ഔട്ട് ഗോയിങ് ക്യൂവും ഇൻകമിങ് ക്യൂവും. അപ്പം ക്ലയൻറ്റ് സെൻഡ് ചെയ്യാനുള്ള മെസ്സേജ് ഏതിനകത്തേക്ക് അയച്ചു കൊടുക്കും, പോകേണ്ട ക്യൂവിനകത്ത്, ദാറ്റ് മീൻസ് ഔട്ട് ഗോയിങ് ക്യൂവിൽ അയച്ചു കൊടുക്കും. ഔട്ട് ഗോയിങ് ക്യൂവിലെ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സെൻഡ് ടു ദി റിസീവറിന് അയച്ചു കൊടുക്കും. ഓക്കെ, റിസീവറിനകത്ത് എന്തായിരിക്കും, റിസീവർ സൈഡിനകത്തും ഉള്ള പ്രോസസ്സിൻ്റെ പോർട്ട് നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതെന്ന് പറയുന്നത് വെൽ നോൺ പോർട്ട് നമ്പേഴ്സാണ്. അപ്പോൾ 30 എന്ന് പറയുന്നത് വെൽ നോൺ പോർട്ട് നമ്പറാണ്. അപ്പോൾ ആ പറയുന്ന വെൽ നോൺ പോർട്ട് നമ്പേഴ്സിനും, അതായത് റിസീവർ സൈഡിലെ പോർട്ടിനകത്തും 2 തരത്തിലുള്ള ക്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻകമിങ് ക്യൂവും ഔട്ട് ഗോയിങ് ക്യൂവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മെസ്സേജ് സെൻഡറിൽ നിന്നും റിസീവറിനകത്തേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസീവറിൻ്റെ മെസ്സേജ് എവിടെയാണ് വരുന്നത്, ഇൻകമിങ് ക്യൂവിനകത്തേക്ക് കയറും. So then the process will check if there is any messages in the incoming queue ഉണ്ടോ എന്ന് നോക്കാം. If there is the message in the incoming queue ഉണ്ട് എങ്കിൽ it will collect it from there. നമ്മുടെ സെർവർ ഇവിടെ നിന്നങ്ങ് എടുക്കും. ഓക്കെ, പാസ് ചെയ്യും. ബട്ട് നമ്മൾ സെൻഡ് ചെയ്തു, ബട്ട് പോർട്ട് നമ്പർ അതായത് എൻ്റെ ഈ ഇൻകമിങ് ക്യൂവിനകത്ത് ഇൻകമിങ് ക്യൂ വന്നിട്ടില്ല, ക്രിയേറ്റ് ആയിട്ടില്ല. എപ്പോഴാണ് ഈ ഇൻകമിങ് ക്യൂ ക്രിയേറ്റ് ആവുന്നത്, സെർവർ റണ്ണ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സെർവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് നമ്പേഴ്സ്, അതായത് സെർവർ റൺ ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ സെർവർ റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പോർട്ട് നമ്പേഴ്സിൻ്റെ ക്യൂസ് എക്സ്റ്റാബ്ലിഷ് അതായത് ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ ക്ലയൻറ്റ് സെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പോർട്ട് നമ്പറിൻ്റെ ക്യൂസ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന സെൻഡർ പോർട്ട് നമ്പർ മെസ്സേജ് പാസ് ചെയ്തു, റിസീവറിന് കൊടുത്തു. റിസീവറിൻ്റെ ഇൻകമിങ് ക്യൂ ഉണ്ടെങ്കിൽ ഇൻകമിങ് ക്യൂവിനകത്തേക്ക് മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിനെ കറസ്പോണ്ടിങ് പ്രോസസ്സ്, സെർവറിലിരിക്കുന്ന പ്രോസസ്സ് റീഡ് ചെയ്തെടുക്കും. ഇപ്പോൾ ഇൻകമിങ് ക്യൂ ഇല്ല ഇൻ ദ സെൻസ് എന്താണ്, പോർട്ട് അൺറീച്ചബിൾ ആണെന്ന് അർത്ഥം. ഇഫ് ദ ഇൻകമിങ് ക്യൂ ഈസ് നോട്ട് പ്രസൻറ്റ് ദാറ്റ് മീൻസ് ദ പോർട്ട് ഈസ് അൺറീച്ചബിൾ എന്ന് പറയുന്ന അൺറീച്ചബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ആപ്ലിക്കേഷൻ ലെയർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ ഇൻഫോം ചെയ്യുന്ന ആർക്ക് ഇൻഫോം ചെയ്യും, ICMP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിന് ഇൻഫോം ചെയ്യും. അത് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോളിന് ഇൻഫോം ചെയ്യും. ഓക്കെ, നിങ്ങൾ പോയി സെൻറ്ററിൻ്റെ അടുത്ത് പറയുക ഈ പോർട്ട് അൺറീച്ചബിൾ ആണെന്ന് പറയുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറയും. ഓക്കെ, എറർ മെസ്സേജ് പാസ് ചെയ്യാൻ ആരെടുത്ത് പറയും, ICMPയുടെ അടുത്ത് പറയും. ഓക്കെ, ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, UDP എന്ത് ചെയ്യും, ഇത് UDPയിലാണ് ഈ പറയുന്ന സംഭവം. അപ്പോൾ UDP എന്ത് ചെയ്യണം, UDP വിൽ ആസ്ക് ICMPൻ്റെ അടുത്ത് പറയും, ഓക്കെ, ഗോ ആൻഡ് ടെൽ ദാറ്റ് ദി പോർട്ട് നമ്പർ ഈസ് അൺറീച്ചബിൾ, ഗോ ആൻഡ് സെൻഡ് ദ മെസ്സേജ് ദാറ്റ് പോർട്ട് ഈസ് അൺറീച്ചബിൾ ടു ദി കറസ്പോണ്ടിങ് സെൻറ്ററിന് മെസ്സേജ് പാസ് ചെയ്യാനായിട്ട്
UDP ICMPയുടെ അടുത്ത് പറയും. ഇതാണ് നടക്കുന്നത്. സോ അപ്പോൾ UDPനകത്ത് വരുന്ന ട്രാൻസ്പോർട്ട് ലെയറിലല്ലേ നടക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ടു ട്രാൻസ്പോർട്ട് ലെയർ കമ്മ്യൂണിക്കേഷനകത്താണ് ഈ ക്യൂ പോസിബിൾ ആവുന്നത്. വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ UDPൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ പറയുന്ന കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ ലെയറിൽ റൺ ആവുന്ന പ്രോസസ്സിന് ഡേറ്റാസ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് ഇനി സെർവറിന് തിരിച്ചും സെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ സെർവറിന് എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് അതിൻ്റെ ഔട്ട് ഗോയിങ് ക്യൂവിൽ കൊണ്ടിടും. ഔട്ട് ഗോയിങ് ക്യൂവിൽ നിന്നും എന്ത് ചെയ്യും, തിരിച്ച് ഈ പറയുന്ന കറസ്പോണ്ടിങ് പോർട്ട് നമ്പറിൽ നിന്നും ഔട്ട് ഗോയിങ് ക്യൂവിൻ്റെ കറസ്പോണ്ടിങ് പോർട്ട് നമ്പറിൽ നിന്നും ഡേറ്റ എന്ത് ചെയ്യും, ക്ലയൻറ്റിൻ്റെ ഇൻകമിങ് ക്യൂവിലേക്ക് ഡേറ്റ വരും. ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യും, ക്ലയൻറ്റിനകത്തേക്ക് സെൻഡ് ചെയ്യും. ഇപ്പം ഇവിടെയും അൺറീച്ചബിൾ ആണ് എന്നുണ്ടെങ്കിൽ സെർവറിൻ്റെ UDP എന്ത് ചെയ്യും, ICMPയുടെ അടുത്ത് പറയും, പോയി സെൻഡറിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യാൻ പറയും. എന്താണ്, എൻ്റെ ഇൻകമിങ് പോർട്ട് ഇൻകമിങ് ക്യൂ എന്ന് പറയുന്നത് അൺറീച്ചബിൾ ആണെന്ന് ഇൻഫോം ചെയ്യാൻ പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിനകത്ത് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ ഞാനിത് വായിക്കാം. Queuing. In client-server communication, both the client and the server are identified using port number. ആണല്ലോ. Next, when the client process starts running, it will request the operating system. When the client process starts running, it will request the operating system for a port number. ആണല്ലോ, ക്ലയൻറ്റ് പ്രോസസ്സ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾക്കൊരു പോർട്ട് നമ്പർ വേണമെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം. ആൻഡ് ദിസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൽ ഗ്രാൻഡ് എ പോർട്ട് നമ്പർ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ്സിന് പോർട്ട് നമ്പർ കൊടുക്കും. ഇവിടെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു പോർട്ടിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഏതൊക്കെ വെച്ചിട്ടാണ്, 2 ക്യൂസ് വെച്ചിട്ടാണ്. ആൻഡ് ഔട്ട് ഗോയിങ് ക്യൂവും ഇൻകമിങ് ക്യൂവും. ഓക്കെ, അടുത്തത് ഇൻ ദ സെയിം വേ അതുപോലെ തന്നെ ക്ലയൻറ്റ് സൈഡിലും നമ്മൾ എന്ത് ചെയ്യും, സെർവർ പ്രോസസ്സ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പോർട്ട് നമ്പർ പറയും. ആ പോർട്ട് നമ്പറിനകത്തും എന്ത് ചെയ്യും, ഇൻകമിങ് ക്യൂവും ഔട്ട് ഗോയിങ് ക്യൂവും മെയിൻറ്റെയിൻ ചെയ്യും. When the client process sends a message, it will entered into the, നമ്മൾ പറഞ്ഞതാണ്, when a client process start to send a message, it will directly enter that messages into its corresponding outgoing queuവിനകത്തേക്ക് വരും. The message is then delivered from the transport layer of the sender to the transport layer of the receiver. Transport layer of the sender to the transport layer of the receiver നിന്ന് സെൻഡ് ചെയ്യും. At the sender side, UDP എന്ത് ചെയ്യും, സെൻഡർ സൈഡിനകത്ത് UDP will check whether there is any incoming queue associated. എന്തെങ്കിലും ഇൻകമിങ് ക്യൂ ഉണ്ട് എങ്കിൽ, if it is present, ഇൻകമിങ് ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, that message will be delivered to the server processor കൊടുക്കും. If the incoming queue associated with the process port number is not available, the UDP will discard the message and will ask ICMP to give an error message, the port is unreachable to the client എന്ന് കൊടുക്കാൻ പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അറ്റ് ദ ക്ലയൻറ്റ് സൈഡ് ദ ക്യൂസ് ആർ ക്രിയേറ്റഡ് വെൻ ദ പ്രോസസ് സ്റ്റാർട്ട്സ് ആൻഡ് ഈസ്. എപ്പോഴാണ് ഒരു ക്യൂ ക്രിയേറ്റ് ആവുന്നത്, എപ്പോഴാണ്, ക്ലയൻറ്റ് സൈഡിലാണെങ്കിൽ ക്യൂസ് ക്രിയേറ്റ് ആവുന്നത് പ്രോസസ് സ്റ്റാർട്ട്സ്, അത് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ. ആൻഡ് അത് എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യും, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുമ്പം ഈ പറയുന്ന ക്യൂ ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. അറ്റ് ദ സെർവർ സൈഡിലാണെങ്കിൽ ക്യൂസ് ആർ ക്രിയേറ്റഡ് വെൻ ദി സെർവർ സ്റ്റാർട്ട്സ് റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ഓക്കെ, ഇതാണ് ക്യൂയിങ് എന്ന് പറയുന്ന മെത്തേഡ്. പോർട്ട് നമ്പറിൽ നമ്മൾ പോർട്ടിൻ്റെ സൈഡിൽ നമ്മൾ എന്തിനാണ് ക്യൂ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ക്യൂ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർവീസസ് മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡിമൾട്ടിപ്ലെക്സിങ്. നോക്ക്, മൾട്ടിപ്ലെക്സിങ് ഡിമൾട്ടിപ്ലെക്സിങ് ഞാൻ ഇനിയും പറയണോ, എന്താണ്, ഒന്നിൽ കൂടുതൽ, അതായത് ഒരു ആപ്ലിക്കേഷൻ ലെയറിലിരിക്കുന്ന ഒരു മെഷീനിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് അറ്റ് എ ടൈം ഒരു മെസ്സേജ് അടുത്ത് താഴേക്ക് അയക്കുന്നു. അപ്പോൾ UDP എന്ത് ചെയ്യും, മൾട്ടിപ്ലെക്സ് ചെയ്തിട്ട് ആ മൾട്ടിപ്ലെക്സ് ചെയ്ത മെസ്സേജ് അതിൻ്റെ ഓരോന്നിൻ്റെയും IP അഡ്രസ്സ് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെർവറിനകത്തേക്ക് പാസ് ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലെക്സ് ചെയ്ത IP എന്ത് ചെയ്യും, തിരിച്ച് ഇവിടെ വരും. അപ്പം സെൻഡറിൻ്റെ IPയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഏതൊക്കെ മെസ്സേജ് ഏതൊക്കെ IP അഡ്രസ്സിനകത്തേക്കാണോ പോകുന്നത് അത് ഞാൻ UDPയിൽ കൊടുത്തിട്ട് ഡീമൾട്ടിപ്ലെക്സ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സ് ഇതിനകത്തേക്ക് സെൻഡ് ചെയ്യും ഡേറ്റ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് UDP ആപ്ലിക്കേഷൻ. UDP ഏറ്റവും കൂടുതൽ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് റിമോട്ട് പ്രൊസീജിയർ കോൾസിന് വേണ്ടിയിട്ടാണ്. ഏതാണ്, UDP. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആപ്ലിക്കേഷൻസ്. പിന്നെ ഞാൻ പറഞ്ഞു ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റത്തിന്, ഡൊമൈൻ നെയിം സെർവറിന് വേണ്ടിയിട്ടാണ് UDP ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാര്യം എന്താണ്, ആ ഡൊമൈൻ നെയിം സെർവറിനകത്തേക്ക് ക്ലയൻറ്റും സെർവറിനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് മെസ്സേജാണ്. അതുകൊണ്ട് തന്നെയാണ് UDP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ DNS ആപ്ലിക്കേഷൻ യൂസസ് UDP ബിക്കോസ് എ ക്ലയൻറ്റ് നീഡ്സ് ടു സെൻഡ് എ ഷോർട്ട് മെസ്സേജ് ഓർ റിക്വസ്റ്റ് ടു എ സെർവർ ആൻഡ് ടു റിസീവ് എ ക്വിക്ക് റെസ്പോൺസ് കിട്ടും.
ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും. ദ റിക്വസ്റ്റും റെസ്പോൺസും നമ്മൾ ഒരൊറ്റ ഡേറ്റാഗ്രാമിൽ തന്നെയാണ് സെൻഡ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വീഡിയോ സ്ട്രീമിംഗ്. വീഡിയോ സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ UDP എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഡേറ്റാസും ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഡേറ്റ അയച്ചു കഴിഞ്ഞു, അതിപ്പോൾ റിസീവർ സൈഡിൽ എത്തിയില്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരു സെക്കൻഡ് ബ്ലാങ്ക് ആക്കി നിൽക്കത്തില്ലേ, അതായത് അവിടെ ഒരു ഡേറ്റ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയി നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ സ്ട്രീമിങ്ങിനെല്ലാം നമ്മൾ UDP ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇഫ് ദ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് സപ്പോസ് ടു റീസെൻഡ് എയർ കറപ്റ്റഡ് ഓർ ലോസ്റ്റ് ഫ്രെയിം അയക്കണം എന്നുണ്ടെങ്കിൽ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ നടക്കത്തില്ല. അതായത് കറക്റ്റ് ഓർഡറിലായിരിക്കത്തില്ല UDP യൂസ് ചെയ്താൽ ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസീവിങ് UDP ക്യാൻ ഇഗ്നോർ ദ കറക്റ്റഡ് ഓർ ലോസ്റ്റ് പാക്കറ്റ് ആൻഡ് ഡെലിവർ ദ റെസ്റ്റ് ടു ദ ആപ്ലിക്കേഷൻ. ഏത് പാക്കറ്റാണോ ലോസ്റ്റ് ആവുന്നത് ആ പാക്കറ്റ് UDP എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ആർക്ക് ഡെലിവർ ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് കൊടുക്കും. അപ്പോൾ ആ ഭാഗം ഏതാണോ കറപ്റ്റ് ആയി പോയത് അല്ലെങ്കിൽ ലോസ്റ്റ് ആയി പോകുന്നത് ആ ഭാഗം, ആ സ്ക്രീനിൻ്റെ ആ പാർട്ട് മാത്രം എന്തായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന്. ബിക്കോസ് അത് ഷോർട്ട് മെസ്സേജ് അല്ലേ UDP യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കത്തില്ല എന്നാണ് പറയുന്നത്. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതായത് മെയിൽ അയക്കുന്നു, ഇലക്ട്രോണിക് മെയിൽ സെൻഡ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കണ്ടന്റ് മിസ്സായി കഴിഞ്ഞാൽ മെയിലിന് ഉപയോഗം ഉണ്ടോ, ഇല്ല. സോ SMTP ആപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് മെയിൽ കനോട്ട് യൂസ് ദ സർവീസ് ഓഫ് UDP ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് എ യൂസർ ക്യാൻ സെൻഡ് എ ലോങ് ഇമെയിൽ മെസ്സേജ് ആയിരിക്കും സെൻഡ് ചെയ്യാനുള്ളത്. ഇറ്റ് ഈസ് നോട്ട് എ ഷോർട്ട് മെസ്സേജ് വിച്ച് മേ ഇൻക്ലൂഡ് മൾട്ടിമീഡിയ ഉണ്ടായിരിക്കും. അതായത് മൾട്ടിമീഡിയ ലൈക്ക് ഇമേജസ്, ഓഡിയോ ആൻഡ് വീഡിയോ ടൈപ്പ് പോലെയുള്ള മെസ്സേജസ് ആയിരിക്കും, ലോങ് മെസ്സേജസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. അതുപോലെ തന്നെ ഇഫ് എനി പാക്കറ്റ് ഈസ് ലോസ്റ്റ് വി കനോട്ട് ഏബിൾ ടു ഡിസ്കാർഡ് ഇറ്റ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ബ്ലാങ്ക് ആക്കി പോകാൻ പാടില്ല. ദ മെസ്സേജ് ഷുഡ് ബി എന്തായിരിക്കണം, കംപ്ലീറ്റ് മെസ്സേജ് ആയിരിക്കണം. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് ദി UDP. ഇത്രയാണ് നിങ്ങൾ UDPക്ക് വേണ്ടി പഠിക്കേണ്ടത്. അപ്പോൾ UDP നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തന്നത് TCP IP പ്രോട്ടോകോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി UDP എന്ന് പറയുന്നത് കണക്ഷൻലെസ് അൺറിലയബിൾ പ്രോട്ടോകോൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ്. ഇവിടെ ഫ്ലോ കൺട്രോളും കൺജഷൻ കൺട്രോളും കൺജഷൻ കൺട്രോൾ ദാറ്റ് മീൻസ് ഇൻ ദ സെൻസ് അക്നോളജ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുമോ UDPയിൽ. അപ്പോൾ ഫ്ലോ കൺട്രോളും അക്നോളജ്മെൻറ്റും ഇതിനകത്തില്ല. പക്ഷേ എറർ കൺട്രോൾ നമ്മൾ ചെക്സം യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് UDP യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രോട്ടോകോൾ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു സെൻഡ് എ വെരി സ്മോൾ ഷോർട്ട് മെസ്സേജസ് സെൻഡ് ചെയ്യാം ഇഫ് യു ആർ നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു റിലയബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് if we are using UDP protocol ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we can call the data unit as user datagram എന്ന് വിളിക്കാം. സോ യൂസർ ഡേറ്റാഗ്രാമിൻ്റെ ലെങ്ത് 65 തൊട്ട് 65,535 വരെയാണ്. അതിനകത്ത് UDPനകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ UDP യൂസർ ഡേറ്റാഗ്രാമിനകത്ത് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് UDP ഹെഡറും ഒന്ന് UDP ഡേറ്റയും. UDP ഹെഡർ എന്ന് പറയുന്നത് 8 ബൈറ്റ് ആയിരിക്കും, ബാക്കി വരുന്നതാണ് ഡേറ്റ. പിന്നെ ഈ പറയുന്ന 8 ബൈറ്റ് ഹെഡറിനകത്ത് ആരൊക്കെയാണ് വരുന്നത്, സോഴ്സിൻ്റെ പോർട്ട് നമ്പർ കാണും, ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ കാണും, ടോട്ടൽ ലെങ്ത് ഫീൽഡ് കാണും, അതുപോലെ തന്നെ എന്ത് കാണും, ചെക്സും കാണും. ഓക്കെ, പിന്നെ UDP സർവീസസ് ആണ് നമ്മൾ പറഞ്ഞത്. UDP സർവീസ് എന്തൊക്കെയായിരുന്നു? UDP എന്താണ്, വെൽ നോൺ പോർട്ട് നമ്പേഴ്സിൽ ഏതൊക്കെ വെൽ നോൺ പോർട്ട് നമ്പേഴ്സിലാണ് UDP യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് നിങ്ങൾ എടുത്ത് പറയേണ്ടത് 53 ആണ്. പിന്നെ UDP പ്രൊവൈഡ് ചെയ്ത കണക്ഷൻ ലെസ് സർവീസ് ആണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കണം. ഓക്കെ, ചെക്സം ഫീൽഡിനകത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 ഫീൽഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് സ്യൂഡോ ഹെഡർ, നെക്സ്റ്റ് വൺ ഈസ് എ ഹെഡർ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എ ഡേറ്റ. സ്യൂഡോ ഹെഡർ എന്ന് പറയുമ്പോൾ IP ഹെഡറിൻ്റെ ഭാഗമാണ്. അതിനകത്ത് ഒരു പ്രോട്ടോകോൾ ഫീൽഡ് കാണും. ആ പ്രോട്ടോകോൾ ഫീൽഡിനകത്ത് വാല്യൂ 17 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, മുകളിൽ നിന്ന് വന്ന മെസ്സേജ് UDPയിൽ നിന്നുള്ളതാണെന്ന് ആണ് മീനിങ്. ഓക്കെ, അതിനകത്തൊരു ഹെഡർ പാർട്ടും ഡേറ്റ പാർട്ടും കാണും. ഹെഡർ നമ്മുടെ യൂസർ ഡേറ്റാഗ്രാമിൻ്റെ ഹെഡർ തന്നെയാണ്. പിന്നെ എൻക്യാപ്സുലേറ്റ് ചെയ്യുന്നത്, ഡീക്യാപ്സുലേറ്റ് ചെയ്യുന്നത്. ഒരു മെസ്സേജ് വന്നു, അതിനകത്ത് സോക്കറ്റ് കാണും. ആ സോക്കറ്റ് ഉൾപ്പെടെ ചേർത്ത് UDP ഹെഡറും കൂടെ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ലെയറിൽ എൻക്യാപ്സുലേറ്റ് ചെയ്യും. ഇനി ഈ പറയുന്നത് താഴെ IP ലെയറിനകത്തേക്ക് വരും. ആ IP ലെയറിനകത്ത് നമ്മുടെ ഈ പറയുന്ന കംപ്ലീറ്റ് ഡേറ്റയും പ്ലസ് IP ഹെഡറും കൂടി വെച്ചിട്ട് എൻക്യാപ്സുലേറ്റ് ചെയ്യും. എന്നിട്ട് ഫ്രെയിം ഡേറ്റ, ഫ്രെയിം ഹെഡറും ട്രെയിലറും വെച്ച് എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കും. പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഡീക്യാപ്സുലേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ എൻക്യാപ്സുലേഷൻ ആൻഡ് ഡീക്യാപ്സുലേഷനകത്ത് നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ക്യൂയിങ് പ്രോസസ്സാണ്. ഇവിടെ എന്തിനാണ് ക്യൂ യൂസ് ചെയ്യുന്നത്, ഒരു പോർട്ട് നമ്പറിനകത്ത്. ഓക്കെ, ഇത് പോർട്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് രീതിയിൽ തന്നെ നടക്കണം എന്നുണ്ടെങ്കിൽ 2 ക്യൂസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഈസ് ഇൻകമിങ് ക്യൂ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഔട്ട് ഗോയിങ് ക്യൂ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് നോക്കുക. ഓക്കെ, ഇനി
ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് മൾട്ടിപ്ലെക്സിങ് ഡീമൾട്ടിപ്ലെക്സിങ്ങും. ഇത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തേക്കണം. ഫിഗർ മാത്രം വരച്ചിട്ട് നിങ്ങളങ്ങ് സ്വന്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ഇനി എന്താണ് UDP ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് റിമോട്ട് പ്രൊസീജിയർ കോളിനും അതുപോലെ തന്നെ വീഡിയോ സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. DNSന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഏതിന് യൂസ് ചെയ്യത്തില്ല? SMTPക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് UDP. പ്ലീസ് ഗോ ത്രൂ ദിസ് കണ്ടന്റ്. ഓക്കെ, താങ്ക് യു.